എല്ലാവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ട്രംപിന്റെ വാക്കുകൾക്കുള്ളിൽ അർത്ഥങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെ ഉണ്ട് എന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാകണമെന്നില്ല. ഇങ്ങനെ മനസ്സിലാകാത്തത് കൊണ്ട് ഇയാൾ പറയുന്ന ഒരു കാര്യവും നടക്കുന്നില്ലല്ലോ, ഇയാൾക്ക് ഭ്രാന്താണോ എന്നൊക്കെയാവും നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ നമ്മുടെ ആ ചിന്ത ശരിയല്ലെന്ന് ട്രംപ് പറയുന്ന യുദ്ധന്യായങ്ങൾ കേട്ടാൽ നമുക്കാണ് ചിന്താശേഷി ഇല്ലാത്തത് എന്ന് നമുക്ക് മനസ്സിലാവും. ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞാണ് ട്രംപും നെതന്യാഹുവും ഒക്കെ യുദ്ധത്തിനിറങ്ങിയത്. അതിന് ട്രംപിന് കഴിഞ്ഞില്ലല്ലോ എന്ന് പരിഹസിക്കുന്നവരോട് ട്രംപ് പറയുന്നത് യഥാർത്ഥത്തിൽ ഇറാനിൽ ഇപ്പോൾ തന്നെ ഭരണമാറ്റം ഉണ്ടായിക്കഴിഞ്ഞു എന്നാണ്. ഇറാനിലെ മുതിർന്നതും പഴയതുമായ നേതാക്കളെ കൊല്ലുന്നതിലൂടെ പുതിയവർ വരുന്നതാണ് ഭരണമാറ്റം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്നാണ് ട്രംപ് ഇതിനെക്കുറിച്ച് പറയുന്നത്. പുഴ മാറുന്നു എന്ന ഒരു കവിവാക്യം നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. അതിന് തുല്യമായ ഒരു വാക്കാണിത്. നമ്മൾ ഇന്ന് കാണുന്ന പുഴയെ നാളെ കാണുന്നില്ല. വെള്ളം ഒഴുകുന്നതിനാൽ പുതിയ പുഴയാണ് വീണ്ടും വീണ്ടും നമ്മൾ കാണുന്നത്. ഈ സാഹിത്യഭാവത്തിൽ തന്നെ വേണം ട്രംപിന്റെ വാക്കുകളെയും നമ്മൾ വിലയിരുത്തേണ്ടത്. ഇറാന്റെ ആണവ കേന്ദ്രം തകർത്തു എന്ന് ട്രംപ് പറഞ്ഞത് ഒരു ചായ ഗ്ലാസിന്റെ വക്ക് പൊട്ടിയാലും അത് തകർച്ചയല്ലേ എന്ന ഒരു ഉദ്ദേശത്തിലാണ്. നദാൻസിലെ ആണവ കേന്ദ്രത്തെ ആക്രമിച്ച് അതിന്റെ മുകളിലെ മണ്ണിളകിയാലും അതൊരു തകർച്ച തന്നെയാണ്. ചായ ഗ്ലാസിന്റെ വക്ക് പൊട്ടുന്നത് പോലുള്ള ഒരു തകർച്ച നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കാം. ഇപ്പൊ ഇന്നലെ ട്രംപ് പറയുന്നത് ഇറാനിലെ എണ്ണയെ കൈക്കലാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു എന്നാണ്. ശരിയാണ്, ഇറാനിലെ ഏതെങ്കിലും പമ്പിൽ നിന്നും 2 ലിറ്റർ പെട്രോൾ ഒരു കുപ്പിയിൽ വാങ്ങിയാൽ എണ്ണ ട്രംപിന്റെ കയ്യിലായി കഴിഞ്ഞു. ഇറാന്റെ ഏറ്റവും വലിയ എണ്ണ ശേഖരമുള്ള കാർഗ് ദ്വീപ് പിടിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കാറ്റും മഴയൊക്കെ ഉള്ളപ്പോൾ രാത്രി ഒരുവിധം ഞാൻ വീട് പിടിച്ചു എന്ന് നമ്മൾ പറയാറില്ലേ? അതിനർത്ഥം നമ്മുടെ വീട് നമ്മൾ പിടിച്ചെടുത്തു എന്നൊന്നും അല്ലല്ലോ. എന്ന് പറയുന്നത് പോലെയൊക്കെ ഇതങ്ങ് കണ്ടാൽ മതി, സെറ്റാകും. ആയിരക്കണക്കിന് ഇസ്രായേൽ അമേരിക്കൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടിട്ടും ആരും മരിച്ചിട്ടില്ല എന്ന് ട്രംപ് പറയുന്നത് യഥാർത്ഥത്തിൽ അവർ മരണാനന്തര ജീവിതത്തിലേക്ക് ജനിക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ്. ശരിക്കും ഈ പട്ടാളക്കാർ മരിക്കുകയല്ല, പരലോകത്തേക്ക് പ്രവേശിക്കുകയാണ് എന്ന് നമ്മൾ കരുതണം. ഇത് ട്രംപിന്റെ ഒരു ആത്മീയമായ പ്രഖ്യാപനമായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ശരിക്കും പറഞ്ഞാൽ ട്രംപ് ഒരു ആത്മീയ നേതാവ് ആകേണ്ട ഒരാളാണ്. ഇത് ഇറാൻ ഒരുപക്ഷെ ആദ്യം മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കുമല്ലോ ആയതുള്ള അലി ഖാംനെയി മരിച്ചതിന് ശേഷം ട്രംപിനെ അവരുടെ പരമോന്നത ആത്മീയ നേതാവാക്കാൻ ഇറാൻ തന്നെ ക്ഷണിച്ചിരുന്നു എന്ന് ട്രംപ് പറഞ്ഞത്. ഈ ട്രംപിന്റെ വാക്കനുസരിച്ച് ഇറാൻ അവരുടെ ആത്മീയ നേതാവാകാൻ ട്രംപിനെ ക്ഷണിച്ചു എന്ന് പറയുമ്പോൾ ട്രംപ് ആകുമ്പോൾ നമസ്കാരത്തിനൊക്കെ ഇമാമാക്കി നിർത്താൻ നല്ല ഒരാളാണെന്ന് ചിലപ്പോൾ ഇറാന് തോന്നിയിട്ടുള്ളതുകൊണ്ടാവും. ട്രംപിനാണെങ്കിൽ കാശുള്ളതുകൊണ്ട് പുള്ളിക്ക് ശമ്പളവും കൊടുക്കണ്ട. ഇപ്പോൾ ഈ ഉപരോധത്തിലൊക്കെ കിടക്കുന്നുണ്ട്. ഇറാന് സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരുപാടുള്ളത് കൊണ്ട് ഈ പള്ളിയിലെ മൊയിലിയാർക്കൊന്നും ശമ്പളം കൊടുക്കാൻ വലിയ പാടായിരിക്കും. അതുകൊണ്ട് ട്രംപിനെ അവരുടെ പരമോന്നത ആത്മീയ നേതാവാക്കി കഴിഞ്ഞാൽ ശമ്പളം കൊടുക്കണ്ട, പുള്ളി ആ നിസ്കാരത്തിന് ഇമാമായിട്ട് നിൽക്കുകയും ചെയ്യും, അടിപൊളിയാവും. കൊല്ലപ്പെട്ട അലി ഖാംനെയി എന്ന് പറയുന്നത് ഇറാന്റെ പരമോന്നത മുഫ്തി മാത്രമാണ്. അതല്ലാതെ അദ്ദേഹത്തിന് പ്രസിഡന്റിന്റെയോ പ്രധാനമന്ത്രിയുടെയോ സ്ഥാനം ഇറാനിലില്ല. എന്നാൽ രാഷ്ട്രീയമായി അദ്ദേഹം ഒരു ഉപദേശകനാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വിലയുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചിട്ട് തന്നെയാണ് ഇറാനിലെ എല്ലാ കാര്യങ്ങളും സർക്കാരായാലും സൈന്യമായാലും ചെയ്യുന്നത്. നമ്മുടെ ഈ പാലക്കാട്ട് തങ്ങൾ ലീഗിനെയൊക്കെ സംബന്ധിച്ച് എല്ലാമായ ഒരാൾ തന്നെയാണ്. എന്നാൽ അദ്ദേഹത്തിന് ഔദ്യോഗിക ഭാരവാഹിത്വമൊന്നും ലീഗ് കൊടുത്തിട്ടുമില്ല. പക്ഷേ അവരുടെ ഒരു ആത്മീയ നേതാവ് അല്ലെങ്കിൽ അവരുടെ ഏറ്റവും മികച്ച ഒരു ഉപദേശകൻ എന്നൊക്കെ അർത്ഥത്തിൽ അവർ തങ്ങളുമായി ആലോചിച്ച് മാത്രമേ ഉള്ളൂ ലീഗ് കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. ട്രംപ് ഇങ്ങനെ ഇറാനെ നേരിടാൻ കഴിയാതെ അതിന് ഓരോ ഉഡായിപ്പ് ന്യായീകരണങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ ഇറാന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കക്കാരെ നാട് കടത്താൻ വേണ്ടി അറബ് രാജ്യങ്ങൾ പരക്കം പായുകയാണ്. ഒരൊറ്റ അമേരിക്കക്കാരനും ഇനി മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാവരുത് എന്നാണ് ഇറാന്റെ ആജ്ഞ. അതുകൊണ്ട് തങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഓരോ അമേരിക്കക്കാരനും ഒരു സ്ഫോടക വസ്തുവാണെന്ന് അറബികൾ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. ഇവരുണ്ടെന്നറിഞ്ഞാൽ ആ സ്ഥലങ്ങൾ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുമെന്ന് അറബികൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടിപ്പോൾ ഖത്തർ, ബഹ്റൈൻ, സൗദി അറേബ്യ, കുവൈറ്റ്, ലെബനോൻ, ഒമാൻ, UAE തുടങ്ങിയ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ കുടുങ്ങിയ അമേരിക്കക്കാരെ പറഞ്ഞുവിടാൻ വേണ്ടി അവരിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേലിൽ കുടുങ്ങിയ അമേരിക്കക്കാരെ രക്ഷിക്കാൻ ഇസ്രായേലും സജീവമായി ഈ സംഘത്തോടൊപ്പം കൂടിയിട്ടുണ്ട്. നിലവിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നും വിമാനയാത്ര ചെയ്യുക എന്നത് ഒരു വല്ലാത്ത സാഹസികതയാണ്. തന്നെയുമല്ല, ദുബായ്, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളുടെ ഇന്റർനാഷണൽ എയർപോർട്ടുകൾ അടച്ചിട്ടിരിക്കുകയുമാണ്. പിന്നെ ജോർദാൻ, ഈജിപ്ത്, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലൂടെയുള്ള കരമാർഗ രക്ഷപ്പെടൽ മാത്രമാണ് ഏക മാർഗം. ഇസ്രായേലിലെ ടെല്ലവീവ്, ജെറുസലേം എന്നിവിടങ്ങളിൽ നിന്നും അമ്മാനിലേക്ക് ബസ് യാത്ര ചെയ്താൽ അവിടെ നിന്ന് US വിമാനങ്ങൾ ഇപ്പോൾ ഉള്ളത് കൊണ്ട് ഇവർക്കൊക്കെ രക്ഷപ്പെടാൻ കഴിയും.
അപ്പം എങ്ങനെയെങ്കിലും അമ്മാനിൽ എത്തിക്കെട്ടാനാണ് ഈ സാഹിബന്മാർ അല്ലെങ്കിൽ അമേരിക്കക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പോകുന്ന അമേരിക്കക്കാർക്ക് ഇനി ഒരിക്കലും തിരികെ വരാൻ കഴിയാത്ത വിധം മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ അന്തരീക്ഷം മാറി മറിഞ്ഞിരിക്കുകയാണ് എന്ന് അവരിൽ പലരും മനസ്സിലാക്കിയിട്ടില്ല. ഇവരൊക്കെ ഇപ്പോൾ അവർ യുദ്ധം കഴിഞ്ഞപ്പോൾ തിരിച്ച് വീണ്ടും മിഡിൽ ഈസ്റ്റിൽ വന്ന് ജോലി ചെയ്യാം എന്ന് ധരിച്ച് ലീവിന് പോകുന്ന പോലെയാണ് ഇപ്പോൾ പോകുന്നത്. പക്ഷേ ഇവർ മിക്കവാറും ഇനി മിഡിൽ ഈസ്റ്റിലേക്ക് ഒരു തിരിച്ചു വരവ് ഉണ്ടാവില്ല. അമേരിക്കക്കാരെ ഇങ്ങനെ ഒഴിവാക്കുന്നതിലൂടെ ഇവിടുത്തെ അമേരിക്കൻ ആധിപത്യം അല്ലെങ്കിൽ അധിനിവേശം തകർന്നു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് വാസ്തവം. ഒരൊറ്റ അമേരിക്കക്കാർ പോലും മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് ഖത്തർ, ദുബായ് രാജ്യങ്ങളെ ആക്രമിക്കുന്നതിലൂടെ ഇറാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ എല്ലാവരും ഭയപ്പെടും. അമേരിക്കയുടെ എല്ലാ സൈനിക താവളങ്ങളും മിഡിൽ ഈസ്റ്റിൽ നിന്നും എടുത്തു കളഞ്ഞുകൊണ്ട് അമേരിക്കക്കാരെ ജോലികളിൽ നിന്നും മറ്റെല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ഒരൊറ്റ അമേരിക്കക്കാരൻ ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ആ ഒരു രാഷ്ട്രീയ നിലപാടാണ് ഇപ്പോൾ ഇറാൻ എടുത്തിരിക്കുന്നത്. ഇനി അമേരിക്കയുടെ സ്ഥാനത്ത് ഇറാനാവും യുദ്ധശേഷം മിഡിൽ ഈസ്റ്റിൽ ആധിപത്യം ഉണ്ടാകുക. എണ്ണയുടെ കണക്കുകൾ ഡോളറിലേ പാടുള്ളൂ എന്ന അമേരിക്കയുടെ ആ പഴയ തിട്ടൂരം ഇനി മിക്കവാറും മാറ്റപ്പെടാൻ വളരെ സാധ്യതയാണുള്ളത്. ഡോളർ തഴയപ്പെട്ടുകൊണ്ട് പകരം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ ഒരു ഏകീകൃത കറൻസി വരാനും വളരെയധികം സാധ്യതയാണ് ഇപ്പോഴുള്ളത്. സമ്പത്ത് കുമിഞ്ഞുകൂടിയ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ ഏകീകരണമില്ലായ്മയാണ് ഇക്കാലം അത്രയും അമേരിക്ക അവരെ മുതലെടുത്തുകൊണ്ടിരുന്നതിൻ്റെ കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. മിഡിൽ ഈസ്റ്റിലെ ഓരോ രാജ്യങ്ങളും സ്വതന്ത്ര ഭരണകൂടങ്ങളായതുകൊണ്ട് അവരെ ഓരോരുത്തരെയായി ഭയപ്പെടുത്താനോ സ്വാധീനിക്കാനോ ഒക്കെ അമേരിക്കയ്ക്ക് വളരെ എളുപ്പമാണ്. ഇപ്പൊ തന്നെ UAE മാത്രം ഇസ്രയേലുമായി അബ്രഹാം കരാറിൽ ഒപ്പുവെക്കേണ്ടി വന്നതും ഗസയെ ആക്രമിക്കാൻ വേണ്ടി അവർ സാമ്പത്തിക സൈനിക സഹായങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടി വന്നതും ഈ സ്വതന്ത്ര ഭരണകൂടം എന്ന നിലപാട് ഇവർക്കിടയിൽ ഉള്ളത് കൊണ്ടാണ്. എന്നാൽ ഗസ യുദ്ധ സമയത്ത് ഇസ്രയേലിന് ചെയ്തു കൊടുത്തിരുന്ന ഈ സഹായം UAEക്ക് വലിയ ചീത്തപ്പേരാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നമ്മൾ അറിയണം. എല്ലാവരും UAEയെ കുറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ UAE ആക്രമിക്കപ്പെടണം എന്ന് പലരും ആഗ്രഹിക്കുന്നതിൻ്റെ പിന്നിലുള്ള കാരണം ഇത് തന്നെയാണ്. ഗസയിൽ ഇത്രയധികം ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും അതിനെ തടയാൻ ശ്രമിക്കാതെ ഇസ്രായേലിലേക്ക് വീണ്ടും ആയുധങ്ങൾ അയക്കുകയും അവർക്ക് പണം വാരിക്കോരി ചെലവഴിക്കുകയൊക്കെയാണ് UAE ചെയ്തത്. അതിൻ്റെ ഒരു പ്രതിഫലമാണ് ഇപ്പോൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു ചിന്താഗതി പലരുടെ ഉള്ളിലുമുണ്ട്. അടുത്തത് സൗദിയെ കൂടി അബ്രഹാം കരാറിൽ ഒപ്പുവെപ്പിക്കാൻ വേണ്ടി ഇസ്രായേലും അമേരിക്കയും ശ്രമിച്ചപ്പോഴാണ് ഇറാൻ അതിലിടപെട്ടതും ഹമാസിനെ കൊണ്ട് ഇസ്രായേലിനെ ആക്രമിപ്പിച്ച് പിന്നെ അത് കാര്യങ്ങളെല്ലാം വഷളായത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഗസ യുദ്ധം നമുക്കറിയാവുന്നതാണ്. ഇതിൻ്റെ കാരണം ഇതാണ്. ശരിക്കും ഇസ്രായേലിൻ്റെ അതിബുദ്ധിയാണ് ഇത്രയൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അമേരിക്കൻ സാമ്രാജ്യത്വം അറബികൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാനുള്ള വഴിയായി പ്രവർത്തിക്കുന്ന ഇസ്രായേൽ ഇപ്പോൾ സ്വയം കത്തിത്തീരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇറാന്റെ ആക്രമണങ്ങളുടെ തുടർച്ചയായി ഇന്നലെ ഇസ്രായേലിലെ തെക്കൻ ജില്ലയിലെ നെഗേവ് മരുഭൂമിയിലെ വ്യവസായ നഗരമായ നിയോട്ട് ഹൊവാവിലെ കെമിക്കൽ ഫാക്ടറിയിലേക്ക് ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടാവുകയും അവിടെ അതിഭയാനകമായ തീപിടുത്തം നടക്കുകയാണ്. ഈ ആക്രമണം മൂലം വലിയ തോതിൽ രാസവസ്തുക്കളുടെ ചോർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. മരണവിവരങ്ങൾ ഇസ്രായേൽ പുറത്തുവിടുന്നില്ലെങ്കിലും അനേകം മരണങ്ങളും പരിക്കുകളും ഉള്ളതായി പ്രാദേശിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ കെമിക്കൽ ഫാക്ടറിയുടെ തകർച്ചയുടെ ആഘാതം ചെറുതല്ല എന്ന് നമ്മൾ അറിയണം. ശരിക്കും ഒരു ചെറിയ ആണവ സ്ഫോടനത്തിന് തുല്യമായ കാര്യമാണ് ഈ നഗരത്തിൽ നടന്നിട്ടുള്ളത്. അതിന് കാരണം ഈ ഫാക്ടറികളിൽ മാരകമായ വിഷവാതകങ്ങളും സ്ഫോടനശേഷിയുള്ള രാസവസ്തുക്കളും വലിയ അളവിൽ സംഭരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് മിസൈൽ ആക്രമണം ഉണ്ടായാൽ വലിയ തോതിലുള്ള പാരിസ്ഥിതിക ആഘാതമോ വിഷവാതക ചോർച്ചയോ ഉണ്ടാകുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അക്കാര്യം അധികൃതർ വിശദീകരിക്കുന്നുമുണ്ട്. ആക്രമണത്തിലൂടെ പരിസ്ഥിതി ആകെ വിഷമയമായതിനാൽ പൗരന്മാർ വീടിനുള്ളിൽ തന്നെ കഴിയണമെന്ന് പരിസ്ഥിതി കമാൻഡ് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വീടുകളിലെയും എയർ കണ്ടീഷനുകളും ഫാനുകളും ഓഫ് ചെയ്യാനും ജനാലകൾ അടയ്ക്കാനുമാണ് നിർദ്ദേശമുള്ളത്. ഇതിൻ്റെ ആഘാതം വളരെ കാലം നീണ്ടു നിൽക്കുമെന്നും പാരിസ്ഥിതിക റിയാക്ഷൻ ഉണ്ടാകുമെന്നും ആളുകൾ രോഗികളാകുമെന്നുമൊക്കെയാണ് പരിസ്ഥിതി സംരക്ഷകർ ഇതിനെക്കുറിച്ച് പറയുന്നത്. അതുമാത്രമല്ല, ഇന്നലെ നടന്ന ഈ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ തെക്കൻ ഇസ്രായേലിലെ ടെല്ലവീവ്, ജെറുസലേം തുടങ്ങിയ പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതാണ്ട് 60-ലധികം മിസൈലുകളാണ് ഇറാൻ ഇന്നലെ വിക്ഷേപിച്ചിട്ടുള്ളത്. വലിയ നഷ്ടങ്ങളും നാശങ്ങളും മരണങ്ങളുമൊക്കെ ഈ ആക്രമണത്തിലൂടെ ഈ പ്രദേശങ്ങളിൽ സംഭവിച്ചിട്ടുള്ളതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലോ അമേരിക്ക വിചാരിച്ചാൽ പോലും ഇപ്പോൾ യുദ്ധം നിർത്താൻ കഴിയാത്ത തരത്തിൽ അത് ഇറാന്റെ കയ്യിൽ വികസിച്ച് വരികയാണ്. അവരതിനെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അറിയേണ്ടത്. ഇറാനിൽ ഖാംനെയി ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ മാറ്റത്തിന് ശ്രമിച്ച് ഇപ്പോൾ ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും രാഷ്ട്രീയ മാറ്റത്തിലേക്കാണ് ഇറാൻ യുദ്ധത്തെ അഴിച്ചുവിട്ടിരിക്കുന്നത്. അമേരിക്കയിൽ ട്രംപിനും ഇസ്രയേലിൽ നെതന്യാഹുവിനെതിരായി പ്രതിഷേധ കൊടുങ്കാറ്റുകളാണുള്ളത്. ചിലപ്പോൾ ഈ രണ്ട് ഭീകരരും ഏതാണ്ട് ഒക്ടോബറോടുകൂടി രാജിവെക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ്
പ്രതിഷേധങ്ങൾ ഈ രാജ്യങ്ങളിൽ വളർന്നു വരുന്നത്. ഒക്ടോബർ എന്ന് പറയുന്നതിൻ്റെ കാരണം ഒക്ടോബറിലാണ് ഇസ്രായേലിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുപോലെ തന്നെ ട്രംപിൻ്റെ ജനഹിത പരിശോധന നടക്കുന്നതും ആ സമയത്താണ്. അതിനുശേഷം ഇവന്മാരെ രണ്ടുപേരെയും വിവരം അറിയാൻ കഴിയും. ട്രംപിന് രാജിവെക്കേണ്ടി വരില്ലെങ്കിലും അയാൾക്ക് പിന്നെ വിലയൊന്നും ഉണ്ടാവില്ല. അതിലും ഭേദം രാജിവെക്കുന്നതാണ്. പക്ഷേ നെതന്യാഹുവിനെ സംബന്ധിച്ച് അയാളുടെ സർക്കാർ താഴെ വീഴാനാണ് സാധ്യതയുള്ളത്. അതിനേക്കാൾ ഉപരി യുദ്ധത്തിൻ്റെ രാസമാറ്റങ്ങൾ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ തകർച്ചയുടെ ആഴം വർദ്ധിപ്പിക്കുകയാണ് എന്നാണ് നമ്മൾ അറിയേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം.